നീ ആനന്ദിനെ വിളിക്ക്. അവൻ കാറുമായി വരും. കയ്യോടെ മോളെ ഹോസ്പിറ്റലിൽ കാണിക്ക്. വെറുതെ പനി കൂടിപ്പിക്കേണ്ട. ഫോണിലൂടെ വിഷ്ണു അത് പറയുമ്പോൾ ഒരച്ഛൻ്റെ വേവലാതി തൊട്ടറിഞ്ഞിരുന്നു മായ. അല്ലേലും അതങ്ങനെയാണല്ലോ. നാട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് എന്തേലും വയ്യായിക എന്നറിഞ്ഞാൽ പിന്നീട് അതൊരു പ്രവാസിയുടെ ചങ്കിടിപ്പാകും. പക്ഷെ ആനന്ദ് അതൊരു കടമ്പയായിരുന്നു മായയ്ക്ക്. എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞു അവൾ. ഏട്ടൻ വിഷമിക്കണ്ട. വെറുതെ എന്തിനാ ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത്? മോൾക്കത്ര പ്രശ്നമൊന്നുമില്ല. മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. നോക്കട്ടെ, വൈകുന്നേരം ആയിട്ടും കുറവില്ലേൽ ഹോസ്പിറ്റലിൽ പോകാം. ആ മറുപടി വിഷ്ണുവിനെ ചൊടിപ്പിച്ചു. എന്താ മായത്? മോളുടെ കാര്യത്തിൽ നീ ഇത്രയ്ക്കും കെയർലെസ് ആണോ? നിനക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിക്കാം ആനന്ദിനെ. അല്ലേലും അവൻ ഈ അടുത്ത നാളുകളായി പറയുന്നുണ്ട് അവനോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഇഷ്ടക്കേട് ഫീലാകുന്നുണ്ട് എന്ന്. വെറുതെ സഹായിക്കാൻ വരുന്നവരെ വെറുപ്പിക്കല്ലേ മായേ? എന്ത് കാര്യത്തിനും ഓടി വരാൻ ഒരു സുഹൃത്തായി അവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നാട്ടിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ സഹായത്തിനായി അവരൊക്കെ ഉണ്ട് എന്നുള്ളതാ എനിക്ക് ഏക ആശ്വാസം. ആ വാക്കുകൾക്ക് മുന്നിൽ മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല മായയ്ക്ക്. പേടിയായിരുന്നു അവൾക്ക്. കാരണം ഇത്രയും വിശ്വസ്തനായ ഒരു സുഹൃത്ത് താനില്ലാത്ത അവസരത്തിൽ തൻ്റെ ഭാര്യയോട് അവിഹിതം കൂടാൻ ശ്രമിക്കുകയാണ് എന്ന സത്യം വിഷ്ണു അറിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ പ്രതികരിക്കൂ എന്നതിൽ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. വിഷ്ണു നാട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം 2 വർഷത്തോളമാകുന്നു. കുറച്ച് ബാധ്യതകൾ കൂടി തീർത്ത് പ്രവാസം അവസാനിപ്പിച്ചു വരാനുള്ള പ്ലാൻ ഉള്ളതിനാൽ പരമാവധി അവൻ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ആ അവസരമാകട്ടെ സുഹൃത്ത് ആനന്ദ് നല്ലതുപോലെ വിനിയോഗിക്കുന്നുണ്ട്. വിഷ്ണു പറഞ്ഞത് പ്രകാരം പലപ്പോഴും പുറത്തൊക്കെ പോകാൻ മായയ്ക്ക് സഹായത്തിനായി ആനന്ദ് ചെന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ പതിയെ പതിയെ അവളോട് അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. മായേ, വിഷ്ണു പോയിട്ട് ഏകദേശം 1.5 വർഷത്തോളം ആയില്ലേ? നിനക്കൊറ്റയ്ക്കായതിൽ വിഷമമില്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? കുറച്ച് നാളുകൾക്ക് മുമ്പ് മോളുമായി ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴാണ് ആനന്ദ് ആ ചോദ്യം മായയോട് ചോദിക്കുന്നത്. വിഷമമുണ്ട് ചേട്ടാ, പക്ഷേ സാരമില്ല. കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ ഇങ്ങ് വരുമല്ലോ. ആ മറുപടിയിൽ താൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് എത്തിക്കാത്തതിൽ നിരാശ തോന്നിയതിനാൽ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ആനന്ദ്. അപ്പോ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനാ? ഒറ്റയ്ക്കല്ലേ? നിനക്കതിൽ നിരാശയോ വിഷമോ ഒന്നുമില്ലേ? അന്ന് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാത്തതിനാൽ തന്നെ അവന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി മായ. അല്ല, ഈ മറ്റേ കാര്യങ്ങളൊക്കെ മീൻസ് ബെഡ്റൂമിൽ ഹസ്ബൻഡ് വർഷങ്ങളായി കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ ഒരു നിരാശ തോന്നുമല്ലോ. തനിക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നോട് പറയാൻ മടിക്കണ്ട. ഒരു നല്ല ഫ്രണ്ടായി കണ്ട് എന്തും തുറന്നു പറഞ്ഞോളൂ. എന്ത് സഹായത്തിനും ഞാനുണ്ട്. ആരും അറിയില്ല. അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേൾക്കി വല്ലാതെ നടുങ്ങിപ്പോയി മായാന്ന്. അവന്റെ ഉദ്ദേശം അന്നാണ് അവൾ തിരിച്ചറിഞ്ഞത്. പക്ഷേ ആ ഒരു അവസരത്തിൽ ഒരുവിധം വിഷയം മാറ്റി രക്ഷപ്പെട്ടു അവൾ. അന്നു മുതൽ ആനന്ദിന്റെ മേൽ ഒരു കണ്ണ് വെച്ചതാണ് മായ. പിന്നീട് പലപ്പോഴും സംസാരത്തിൽ ഈ വിഷയം എടുത്തിടാൻ ശ്രമിച്ചിരുന്നു അവൻ. അപ്പോഴെല്ലാം അതിവിദഗ്ധമായി മായ ഒഴിഞ്ഞു മാറി. വിഷ്ണുവിനോട് പറഞ്ഞാൽ അവനത് കൂടുതൽ വിഷമമാകും. മാത്രമല്ല അവന്റെ പ്രതികരണം കൈവിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഭയമുള്ളതിനാൽ എല്ലാം ഉള്ളിലൊതുക്കി അവൾ. ഇന്നിപ്പോ വീണ്ടും വിഷ്ണു തന്നെ ആനന്ദിനെ വിവരം അറിയിച്ചു. അതിൻ പ്രകാരം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൻ വേഗത്തിലെത്തുകയും ചെയ്തു. എടാ, നീ ധൈര്യമായി ഡീൽ ചെയ്യ്. നിന്റെ ചേട്ടൻ അറിയേണ്ട കാര്യമാണിത്. ഒന്നുകിൽ നീ അത് ചേട്ടനോട് പറയ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയി ആ കൂട്ടുകാരനെ പറഞ്ഞു വിലക്ക്. ഇനി നിന്റെ പിന്നാലെ വന്നാൽ പണി കിട്ടുമെന്ന് ഉറപ്പായാൽ അവന്റെ അസുഖം തീർന്നോളും. തന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഏക സുഹൃത്ത് നിത്യയുടെ വാക്കുകൾക്ക് മുൻപിൽ മറുപടിയില്ലായിരുന്നു മായയ്ക്ക്. പക്ഷെ ഒരു തീരുമാനം ആയേ പറ്റൂ. അതവൾ മനസ്സിലുറപ്പിച്ചു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ആനന്ദ് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അല്പം ആശ്വാസം തോന്നി മായയ്ക്ക്. മോളെ ഡോക്ടറിനെ കാണിച്ച് വൈകാതെ തന്നെ തിരിച്ചു അവർ. ആ അവസരം ആനന്ദ് മുതലെടുത്തു. മായെ, ഞാൻ കുറച്ച് ദിവസമായി ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നീ മറുപടിയൊന്നും പറഞ്ഞില്ല. മടക്കയാത്രയിൽ വീണ്ടും ആ വിഷയം കൊണ്ടുവന്നു അവൻ. എന്ത് വിഷയം ചേട്ടാ? ഉള്ളിലെ ഞെട്ടൽ പുറത്ത് കാട്ടുവാതിരിക്കാൻ പരമാവധി മായ ശ്രമിച്ചു. മായേ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് ഊഹിക്കാം വിഷ്ണു പോയേ പിന്നെ ഉറപ്പായി നിനക്ക് സെക്ഷലി ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. നീ ഒരു പെണ്ണല്ലേ, നിനക്കും വികാരങ്ങൾ ഉണ്ടാകുമല്ലോ. അതൊന്നും മനസ്സിലാക്കാതെ അവൻ അവിടെ പോയി നിൽക്കുന്നു. ഇത്രയും അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ അതിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും. നിനക്ക് എന്തും ഞാനുമായി ഷെയർ ചെയ്യാം. ആരും ഒന്നും അറിയില്ല. നിന്റെ ഉള്ളിലെ വികാരങ്ങളെ ധൈര്യമായി തുറന്നു പറഞ്ഞു. നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ എനിക്ക് കഴിയും, അതുറപ്പാണ്. പ്രതീക്ഷിച്ചിരുന്ന ആ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം മൗനമായി മായ. ഇനിയും താൻ പ്രതികരിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ
അതിര് കടക്കൂ എന്ന് ഉറപ്പിച്ചു അവൾ. ചേട്ടാ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ എൻ്റെ വിഷ്ണുവേട്ടൻ? അപ്പോൾ എന്നോട് ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നില്ലേ? തെറ്റോ? ഞാൻ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ മായേ. ബി പോസിറ്റീവ്. നിനക്കൊരു സഹായം എന്ന നിലയിലല്ലേ ഞാൻ. ഇത്തവണ അവൻ്റെ വാക്കുകളിൽ ചെറിയൊരു പരുങ്ങൽ നിറഞ്ഞു. സഹായം കൊള്ളാം. കൂട്ടുകാരൻ്റെ ഭാര്യയോട് അവിഹിതം ഉണ്ടാക്കുന്നതാണല്ലോ സഹായം. എൻ്റെ പൊന്നു ചേട്ടാ, എന്നെ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ വിഷ്ണുവേട്ടന് കഴിയും. അതിപ്പോ അങ്ങേരടുത്ത് വേണമെന്നില്ല. പിന്നെ അത്രയ്ക്കങ്ങ് മുട്ടി നിൽക്കുമൊന്നുമല്ല ഞാൻ. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഭർത്താവ് കൂടെയില്ലാത്ത ഭാര്യമാരെല്ലാം കാമ ഉള്ളിലൊതുക്കി കഴിയുകയാണെന്ന്. നിങ്ങൾക്ക് ഈ സൂക്കേട് തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ആ മനുഷ്യൻ നിങ്ങളെ അത്രമേൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങേരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനൊന്നും ഇതുവരെ പറഞ്ഞില്ല. പക്ഷെ ഇനിയും താൻ ഈ സംസാരവുമായി എൻ്റെ പിന്നാലെ കൂടിയാൽ വിവരം അറിയും, ഓർത്തോ. അതൊരു താക്കീതായിരുന്നു. AC-യുടെ കാറിനുള്ളിലിരുന്ന് വിയർത്തുപോയി ആനന്ദ്. മഹേ, അങ്ങനല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. ഒരു നല്ല ഫ്രണ്ടായിട്ട് ആണ്. നിനക്കൊരു ആശ്വാസമാകട്ടെ എന്ന് വെച്ചാണ്. മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടാതെ പതറിയവൻ. ചേട്ടൻ കിടന്ന് ഉരണ്ട് കളിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്ക്. എനിക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ വിഷ്ണുവേട്ടൻ വിളിക്കുമ്പോൾ ഈ ഒരു സംഭവം മറ്റേതേലും രീതിയിൽ അവതരിപ്പിച്ച അവസാനം ചിലപ്പോൾ എന്നെ കുറ്റക്കാരിയാകും. ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ നിങ്ങളോട് ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദേ ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ ആയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു തെളിവിന്. ഇനി മേലിൽ ഈ കാര്യത്തിൽ എൻ്റെ മുന്നിൽ വിളവിറക്കിയാൽ ചേട്ടൻ വിവരം അറിയും, ഓർത്തോ. ഇത്തവണ ആകെ പതറിപ്പോയി ആനന്ദ്. മായേ, സോറി എനിക്കൊരു തെറ്റുപറ്റി. ക്ഷമി. നീ വെറുതെ പ്രശ്നമാക്കല്ലേ. ഇനി ഞാൻ ആവർത്തിക്കില്ല. വീഡിയോ ഡിലീറ്റ് ആക്കുക പ്ലീസ്. കെഞ്ചുകയായിരുന്നു അവൻ. സത്യത്തിൽ അപ്പോഴാണ് മായയ്ക്കുള്ളിൽ ആശ്വാസമായത്. കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെ തന്നെ നടന്നിരിക്കുന്നു. ചേട്ടൻ നേരെ നോക്കി വണ്ടി ഓടിക്ക്. വീഡിയോയുടെ കാര്യത്തിൽ പേടിക്കണ്ട. നിങ്ങൾ നേരെയാണെങ്കിൽ ഒരിക്കലും ആ വീഡിയോ നിങ്ങൾക്ക് ദോഷമായി വരില്ല. പക്ഷേ ഇനി എൻ്റെ പിന്നാലെ ഇതുപോലെ ഒലിപ്പിച്ച് വന്നാൽ. ബാക്കി പറഞ്ഞില്ല അവൾ. ഇല്ല, പ്രോമിസ്, ഇനി ഇത് പറയില്ല ഞാൻ. സോറി. ആനന്ദിനും ചെറിയൊരു ആശ്വാസമായി അപ്പോൾ. അന്നു മുതൽ പിന്നെ ആനന്ദിന്റെ ശല്യം മായയ്ക്കുണ്ടായിട്ടില്ല. വലിയൊരു പ്രശ്നം അവൾ അങ്ങനെ സോൾവാക്കി. തന്റെ പ്രതികരണം അല്പം വൈകിപ്പോയി എന്ന് മാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.